അമ്മേ നീയൊരു ദേവാലയം. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് അമൂല്യവും സമാനതകളില്ലാത്ത സംഭാവന നൽകിയ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഹൃദയസരസിൽ വിരിഞ്ഞ മനോഹരമായ ഒരു ഗാനം. ഈ ഗാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അമ്മ ഒരു ദേവാലയമാണെന്നാണ്. അതെ, തീർച്ചയായും അമ്മ ഒരു ദേവാലയം തന്നെ. അമ്മയെ നമ്മൾ പൂജിക്കേണ്ടതുമാണ്. വീട്ടമ്മയുടെ അടുത്ത സെഗ്മെൻറ്റ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ കുറിച്ച് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇപ്പോൾ ഓർമ്മ ഉള്ള കാലം വരെ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. നമ്മൾ കുട്ടിക്കാലം മുതലേ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും അമ്മയുടെ ഒരു സത്യം പറഞ്ഞാൽ അമ്മ തന്നെ വേണം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ കുളിപ്പിക്കുന്ന കാര്യത്തിന് തൊട്ട് തുടങ്ങുവാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അമ്മമാർ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുക. അതൊരു കഷ്ടപ്പാടല്ല, കാരണം അത് കഷ്ടപ്പാടല്ല എന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു അമ്മയാകുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഭൂമിയിൽ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അമ്മയാണ്. അമ്മ എന്ന് പറയുന്നതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സത്യം. അമ്മ പറയുന്നതാണ് നമ്മൾ മക്കളെല്ലാവരും കേട്ടനുസരിച്ച് വളരേണ്ടതും ഒക്കെ അമ്മ പറയുമ്പോഴാണ്. അതേപോലെ തന്നെ എന്നെയൊക്കെ ഒത്തിരി എൻ്റെ ഓർമ്മ, എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മ ഉള്ള കാലം തൊട്ട് എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കും തോന്നിയിട്ടുണ്ട് സ്കൂളിൽ പോകാനായിട്ടാണെങ്കിലും അതെ ഭയങ്കര ബഹളക്കാരിയാണ്, ഭയങ്കര വാശിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒരുപാട് സഹിച്ച് കാണുമായിരിക്കും എന്നെക്കുറിച്ച്. എന്നെ അമ്മ ഒത്തിരി സഹിച്ചായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. അതെനിക്ക് ഓർമ്മ വരുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട് ഞാൻ ഇത്ര വികൃതിയായിരുന്നു എന്നൊക്കെ. പിന്നെ എന്തും നമുക്ക് കല്യാണം കഴിച്ചു പോയി നമുക്ക് ഭർത്താവിൻ്റെ അമ്മ ഉണ്ടെങ്കിൽ അതും ഒരു അമ്മ തന്നെയാണ്. പക്ഷേ എൻ്റെ അനുഭവം വെച്ച് ഏതൊരു പെണ്ണിൻ്റെയും സത്യം പറഞ്ഞാൽ അമ്മയോട് പറയുന്ന ഒരു ഫ്രീഡം, ഞാനിപ്പം എൻ്റെ അമ്മയെ ചീത്ത പറയും, ബഹളം കൂട്ടും, നീ മിണ്ടൂല, വരൂല, ദേഷ്യപ്പെടും, ഇതൊക്കെ ഉണ്ട്. എങ്കിലും സ്വന്തം അമ്മ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ശരിക്കും നമ്മുടെ മനസ്സ് തുറന്ന് നമ്മൾ ചീത്ത പറയുമോ എന്ത് പറഞ്ഞാലും നമുക്കൊരു വൈരാഗ്യമോ കാര്യം അമ്മയ്ക്ക് തോന്നുമായിരിക്കും. അമ്മ ചിലപ്പോൾ ശപിച്ചിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും, പറയാൻ പറ്റില്ല. എന്നാൽ അമ്മ ശപിച്ചാലൊന്നും മക്കൾക്ക് തള്ള ചവിട്ടിയാലും പിള്ളയ്ക്ക് കേടില്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അമ്മയൊന്നും ശപിച്ച. പക്ഷേ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാം ആണ്. നമുക്ക് എന്തും പറയാനും നമ്മുടെ അടുത്ത്, എനിക്കിപ്പോൾ എൻ്റെ ഈ ഫീൽഡിൽ തന്നെ കലാപരമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും എൻ്റെ അമ്മ എന്ന് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ളപ്പോഴൊക്കെ എൻ്റെ അമ്മയില്ലാതെ ഞാൻ എവിടെയും അഭിനയത്തിലാണെങ്കിലും അതായത് സ്റ്റേജ് പ്രോഗ്രാമിലാണെങ്കിലും ഒക്കെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇനി കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ ഞാൻ അഭിനയിക്കാൻ വീണ്ടും വരുമ്പോഴാണെങ്കിലും അമ്മയുണ്ട്. അമ്മയുടെ കൂടെ തന്നെയാണ്. എനിക്ക് അമ്മ എല്ലാവിധ സപ്പോർട്ടും തരാറുണ്ട്. ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ അമ്മ ഉണ്ടാവാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അമ്മയെക്കുറിച്ച് ഞാൻ വീണ്ടും പിന്നെ ചിന്തിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഒരു അമ്മയാകുമ്പോഴാണ് ശരിക്കും നമ്മുടെ അമ്മ എന്താണെന്നുള്ളതും നമ്മളെങ്ങനെ വളർത്തിയെടുത്തു അമ്മ എന്നുള്ളതും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളൊരു അമ്മയാകുമ്പോഴാണ്. ഞാനൊരു അമ്മയെ കഴിയുമ്പോഴാണ് അലിഷു എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ കുട്ടികളെ വളർത്തുക. അവനൊരു ചുമ വന്നു, അയ്യോ അതെന്തായിരിക്കും ചുമയ്ക്ക് എന്ത് കുട്ടി, അതും അമ്മയ്ക്ക് എന്ത് വിഷമം ഉണ്ടാവും. പിന്നെ അച്ഛനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയല്ല, അമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം. കുട്ടിയെ പ്രസവിച്ച് 10 മാസം നമ്മൾ പ്രസവിച്ച് വരുമ്പോഴും അതൊക്കെ ഒരു അമ്മയുടെ ഒരു കടമയാണ്. അതൊക്കെ എന്ന് വെച്ചാൽ അത് കഷ്ടപ്പാടായിട്ടല്ല കാണുന്നത്. അമ്മയുടെ കടമ എന്ന് പറയുന്നത് കുട്ടികളെ നോക്കുക എന്നുള്ളത് തന്നെയാണ് അമ്മയുടെ കടമ. തിരിച്ചറിവ് വരുന്നത് വരെ കുട്ടികളെ നോക്കുന്നത് അമ്മമാർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചായിരിക്കും മക്കളുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇത്രയൊന്നും എനിക്ക് പറയാനറിയാം. ഞാനൊരു അമ്മയായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തുന്നത്, അവൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കൊടുക്കണം. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മളൊരു കുട്ടിയെ നമ്മളൊരു 5 വയസ്സ് വരെ 6 വയസ്സ് അവന് തിരിച്ചറിയുന്നവരെ മോനായാലും മോളായാലും നമ്മൾ പറഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം എങ്ങനെയൊക്കെ വരും എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട പ്രായം വരെ അമ്മ എന്നുള്ള നിലയ്ക്ക് അമ്മ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് മക്കൾക്ക് എല്ലാവർക്കും. എൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഇതിലേക്ക് വരാൻ കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അമ്മ ആയി കഴിയുമ്പോഴാണ് നമ്മൾ അമ്മയെക്കുറിച്ചുള്ള വില അറിയുന്നത്. എനിക്കൊരു ബ്രദറാണുള്ളത്. എന്നിരുന്നാലും എന്നെയും എൻ്റെ ബ്രദറെയും ഒക്കെ അമ്മ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. അമ്മ ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ അനുഗ്രഹവും എൻ്റെ അമ്മയിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും എനിക്ക് സാധിക്കുന്നത്. പിന്നെ എനിക്കൊരു ചെറിയൊരു വെച്ചാൽ അമ്മ എൻ്റെ പ്രസവ സമയത്താണേലും അമ്മയുടെ അടുത്ത് ഞാൻ വിളിച്ച് പറയുമ്പോൾ അമ്മ എങ്ങനെയാണ് കയറി വന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ, ലോറി കയറി വന്നതെന്നൊക്കെയാണ് അമ്മ പറയണത്. ഇത്രയും പെട്ടെന്ന് ആശുപത്രി വരികയും എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി അമ്മ ഓടി. അപ്പോൾ അതൊക്കെ ഒരു അമ്മയുടെ അമ്മ എന്ന് പറയുന്ന ഒരു സ്നേഹമാണത്. അതിനൊരു വില പറയാനോ നമുക്ക് അത് കൂടുതൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ സമയം കൊണ്ടൊന്നും നമുക്കൊരു അമ്മയെക്കുറിച്ച് പറഞ്ഞ് തീരാൻ സാധിക്കില്ല. ഒരുപാട് പറയാനുണ്ട്. അമ്മയാണ് ഈ ലോകത്തെ ഏറ്റവും വലുത്.